ഇതിപ്പോ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് കാണും. അതായത് ലൈക്ക് ആക്ച്വലി 20 വയസ്സേ ഉള്ളൂ. 20 വയസ്സുള്ള ഈ കുട്ടി വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഒരാളാണോ ഇത് ചെയ്യുന്നത് അതോ കുറെ പേരാണോ ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. ഈ ഹിന്ദിക്കാർക്ക് മൊത്തം എന്നോട് ദേഷ്യം വരാൻ ഞാൻ എന്താ ചെയ്തത്? ഹിന്ദിക്കാർക്ക് ഹിന്ദിക്കാർക്ക് എങ്ങനെയാണ് ഈ മലയാളത്തിൽ കമന്റ് ഇടാൻ പറ്റുന്നത്? ഓക്കെ. പിന്നെ എന്നോട് ആർക്കാണ് ഇത്ര ശത്രുത എനിക്കറിയുന്നില്ല. ഞാൻ ആകെ റിയാക്ട് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയാണ്. ആ വ്യക്തിയെ റിയാക്ട് ചെയ്ത സമയത്ത് ആ പുള്ളിക്കാരൻ്റെ പണി പോയെന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ അടുത്ത്. എത്ര വയസ്സുള്ള ആളായി കമന്റ് ഇടുന്നത്? 20. ഈ കമന്റ് ഇടുന്നതെന്നല്ല, മീൻസ് എൻ്റെ അടുത്ത് എന്താ നമുക്ക് ആദ്യം മുതൽ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പം ആളുകൾക്ക് മനസ്സിലാവില്ല. ആദ്യം മുതലുള്ള ഇൻസിഡന്റ് പറയാം. നമ്മൾ കാണുമ്പോഴത്തേക്ക് ലയ അത്യാവശ്യം കുഞ്ഞി ഗെറ്റ് റെഡി വിത്ത് മീയും ഒക്കെ ചെയ്ത് വീഡിയോസ് ഇടുന്നായിരുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഒരു ഡൗൺ സ്റ്റേജിൽ നിന്നൊക്കെ ഞാൻ എന്നെ മെഡിസിൻസ് ഉറക്കമില്ലായ്മയിൽ നിന്ന് ഞാൻ എന്നെ റിക്കവർ ചെയ്ത് ഞാൻ എന്നെ തന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു സമയത്താണ് ഇത് വന്ന് എന്നെ അങ്ങോട്ട് അടിച്ചിട്ടു എന്ന് തന്നെ പറയാം. ഞാൻ കരഞ്ഞതിനൊന്നും കയ്യും കണക്കുമില്ല. എൻ്റെ വർക്ക് പോലും ആ കരച്ചിൽ കാരണം നഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയും. ജോലി പോയി. കാരണം എത്രത്തോളം ഞാൻ അവിടെ പിടിച്ചു നിൽക്കും. എപ്പോഴും നമുക്ക് ആലോചന, എന്താ ഞാൻ എന്ത് ചെയ്യും, വീട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഞാൻ എന്തിനാണ് വന്നത്? വർക്കിനാണ് വന്നത്. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ കാരണം ഇവിടെ വർക്കിന് വന്ന ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പണിയും ഇല്ലാതെ, കയ്യിൽ 5 പൈസ ഇല്ലാതെയാണ് നിൽക്കുന്നത്. മോള് എത്ര രൂപയ്ക്കായിരുന്നു മോളുടെ സാലറി? എത്രയായിരുന്നു സാലറി? 10K. 10K. ആ 10Kക്കാണ് മോള് കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിൽ വന്നിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഞാൻ വന്നത് ശരിക്കും SBIന്റെ ക്രെഡിറ്റ് കാർഡിന്റെ സെയിലില് അതിലേക്കാണ് വന്നത്. SBIന്റെ ക്രെഡിറ്റ് കാർഡിന്റെ അതിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ തൊട്ടാണ് പ്രശ്നം.